നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രത്യേകതയാണ് വിശ്വാസം എന്നത് ജീവിതത്തിൻ്റെ രക്ഷയാണ്, ജീവൻ്റെ രക്ഷയാണ്. ജീവനേകുന്നതാണ് വിശ്വാസം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവപ്രസാദം സാധ്യമല്ല. യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സമീപേ ആകുലതയോടെ, അനാരോഗ്യത്തോടെ, ആശ്വാസമില്ലാതെ ആരെല്ലാം അണഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ യേശു നൽകുന്നൊരു പതിവ് പല്ലവിയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവനാൽ സകലതും കഴിയും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്താണ് വിശ്വാസം? ഒരു നല്ല നിർവചനം ഈ ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടു. ആ നിർവചനം ഇങ്ങനെയാണ്: എന്താണ് വിശ്വാസം? ദൈവത്തോടൊപ്പം ഒരു നിലപാട് എടുക്കുന്നതാണ് വിശ്വാസം. ദൈവത്തോട് ചേർന്ന് ഒരു നിലപാട് എടുക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം. ഇന്ന് പാഠമായി വായിച്ച പഴയ നിയമ ഭാഗത്ത് 2 രാജാക്കന്മാർ 4-ാം അധ്യായം ആദ്യത്തെ 7 വാക്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വല്ലാതെ ഉലഞ്ഞുപോയ ഒരു വീട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ വീട്ടിന് ചില പ്രത്യേകതകളുണ്ട്. അത് ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു വിധവയുടെ വീടാണ്. കടബാധ്യതയുടെ കാഠിന്യം കൊണ്ട് വല്ലാതെ പതറി നിൽക്കുന്ന ഒരു വീടാണ്. ഇല്ലായ്മകളിൽ ഇടറിപ്പോയ ഒരു വീടാണ്. വിശപ്പിൻ്റെ വിളി കൊണ്ട് നിരന്തരം ദുരിതത്തിലായിപ്പോയ ഒരു വീടാണ്. അടിമത്തത്തിൻ്റെ, അരക്ഷിതബോധത്തിൻ്റെ, ആക്രമണ ഭീതിയുടെ ഭീഷണികൾ നിലനിൽക്കുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പഴയ നിയമ പാഠത്തിൽ വായിച്ച വീട്. ഒരു ഒഴിഞ്ഞ പാത്രം കണക്കെ ഒരു വീട്, കെട്ടുപോയ ഒരു തിരി കണക്കെ നിലച്ചുപോയ ഒരു വീട്. എന്നാൽ ഈ വീട്ടിൽ വിശ്വാസം കൊണ്ട് ജീവൻ പൂത്തുലയുകയാണ്. മങ്ങിപ്പോയ, മരവിച്ചുപോയ, നിലച്ചുപോയൊരു വീട്ടിൽ വിശ്വാസം കൊണ്ട് പുതുചൈതന്യം ജീവിതത്തിൽ തിരികെ പിടിക്കുന്ന മനോഹര സാക്ഷ്യമാണ് ഈ വീട്ടിൽ നിന്ന് നാം വായിച്ച് എടുക്കുന്നത്. എലീശ പ്രവാചകനിലൂടെ മരണദുഃഖം തളം കെട്ടി നിന്ന ഈ ഇടം സമഗ്രമായ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ആ വീട്ടിൻ്റെ സാഹചര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 3 കാര്യങ്ങൾ. 1, ഒരു വിധവയുടെ വിശ്വാസത്തോടെയുള്ള നിലവിളി. 2, ആ കുടുംബത്തിലെ മക്കളുടെ സമയബന്ധിതമായ ഇടപെടൽ. 3, പ്രവാചകൻ എലീശയുടെ പക്വതയുള്ള പ്രതികരണം. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മരണത്തിന് മരണസമാനമായി നിന്നിരുന്നൊരു വീട് ആ വീട്ടിൻ്റെ ചൈതന്യം വീണ്ടെടുക്കുകയാണ്. എന്നാൽ ഈ വീട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ ഘോഷം ഉയരുകയാണ്. 3 ലളിതമായ ചിന്തകൾ വളരെ ചുരുക്കമായി പങ്കിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു വീട്ടിനെ ദൈവം കീഴ്മേൽ മറിക്കുകയാണ്. അവർ ലോർഡ് ഇസ് എ ലോർഡ് ഓഫ് സർപ്രൈസിങ് റിവേഴ്സൽസ്. വിസ്മയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്ഥിതിയെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നലകളിലെ എല്ലാ കഠിനതകളും, ഇന്നലകളിലെ എല്ലാ കൈപ്പരിഭവങ്ങളും, ഇരുളും ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ഇടപെട്ട് സാരമായ വ്യത്യാസം വരുത്തുകയാണ്. 3 കാര്യങ്ങൾ. 1, ഈ ജീവൻ പകരുന്ന വിശ്വാസത്തിന് 3 പ്രത്യേകതകളുണ്ട്. 1, നിലവിളിയുടെ കൂടാരത്തെ നിറവിൻ്റെ കൂടാരമാക്കുകയാണ് ദൈവം. നിലവിളിയുടെ കൂടാരത്തെ നിറവിൻ്റെ കൂടാരമാക്കുകയാണ് ദൈവം. ഗോഡ് ട്രാൻസ്ഫോംസ് ദ ഹൗസ് ഓഫ് ഔട്ട്ക്രൈ ഇൻ ടു എ ഹോം ഓഫ് ഫുൾനെസ്. ഒരു വലിയ നിലവിളി, ഒരു വിലാപത്തിൻ്റെ ഭവനം എങ്ങനെയാണ് ഒരു നിറവിൻ്റെ ഭവനമായി മാറുന്നത്? നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം. ഒരു വിധവയുടെ നിലവിളി അവിടെ ഉയർന്നു. ആ വിധവയുടെ നിലവിളി കാതോർക്കാൻ ഒരു ദൈവമുണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷം. ഇല്ലായ്മയുടെ ജീവിതം പേറുന്ന ആളുകളുടെ നിലവിളിക്ക് കാതോർക്കാൻ ഒരു ദൈവമുണ്ട്. അതാണ് സദ്വാർത്ത. ഒരു വിധവയുടെ നിലവിളിക്ക് പ്രവാചകൻ കാതോർക്കുകയാണ്. ഒരു അമ്മയുടെ നിലവിളിക്ക് മക്കൾ ചേർന്ന് നിൽക്കുകയാണ്. മരണക്കിടക്കുകളെ മാറ്റി വിരിക്കാനുള്ള നിയോഗം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ വിധവയുടെ നിലവിളി കേൾക്കാൻ ഒരാളുണ്ട്. കേൾക്കുക, അവിടെയാണ് വ്യത്യാസം ആരംഭിക്കുന്നത്. പ്രവാചകൻ ഈ നിലവിളി കേൾക്കുകയാണ്. അവരുടെ സങ്കടം അവർ പറയുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി, കൊടിയ കടം കാരണം ഈ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നു, അതിൻ്റെ ഭീഷണി നിലനിൽക്കുന്നു, ഇല്ലായ്മയാണ്, വിശപ്പാണ്, പട്ടിണിയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ കേൾക്കാൻ ഒരാളുണ്ടാവുക, അവിടെയാണ് ഈ നിർജീവ അവസ്ഥകൾക്കൊരു മാറ്റം സംഭവിക്കുക. കേൾക്കുക.
കേൾക്കാനായി നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളെ മടുപ്പ് കൂടാതെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക അതൊരു ഭാഗ്യമാണ്. ആരൊക്കെയോ നമ്മെ കേൾക്കാനുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം പിന്നെ പഴയതല്ല. പിന്നെ നമ്മുടെ ജീവിതം കുറെ കൂടി ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പാകപ്പെട്ട ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറും. കേൾക്കാൻ ഒരാൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ കുറിപ്പ് കണ്ടെടുത്തപ്പോൾ ആ കുറിപ്പിൽ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ എഴുതിയിരുന്നു: ഇവിടെ ആർക്കും എന്നെ കേൾക്കാൻ നേരമില്ല. എൻ്റെ ജീവിതം ഞാൻ പങ്കിടുമ്പോൾ എന്നെ മനസ്സിലാക്കാൻ, എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന വേദനയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് കഥ അവസാനിപ്പിച്ച് പടിയിറങ്ങി പോവുകയാണ്. എന്താണ് പ്രാർത്ഥന? ഈ പ്രാർത്ഥന കൊണ്ട് രണ്ട് സാധ്യതകളാണ് സംഭവിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള സംസാരമാണ്. രണ്ട്, പ്രാർത്ഥന എന്നാൽ സ്വയത്തോടുള്ള സംസാരം. ഒരുവൻ തന്നോട് തന്നെ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തോട് സംസാരിക്കുകയും തന്നോട് തന്നെ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു പൂർണ്ണ പ്രാർത്ഥനയാകുന്നത്. ഈ രണ്ട് സംസാരങ്ങളും കേൾക്കുന്ന ആള് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ കുറെ കൂടി ആത്മവിശ്വാസമുള്ള ഒരാളായി മാറുകയാണ്. നമ്മുടെ മുൻപിൽ വരുന്ന മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ചൊരു ആദരവാണ് അയാളെ കേൾക്കുക, ശ്രവിക്കുക എന്നത്. അവരെൻ്റെ കേൾവിക്കാരനാവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു പുണ്യമാണ്, അഭ്യസിക്കാവുന്ന ഒരു ആത്മീയ അനുഭവമാണ്. എൻ്റെ മുൻപിൽ വരുന്ന ആളിനെ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളത്. ഒരു വിധവയുടെ നിലവിളി എലീശ പ്രവാചകൻ ശ്രദ്ധയോടെ കേട്ടതിൻ്റെ ഫലമാണ് ആ വീട്ടിൽ സംഭവിച്ച വേദനകൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നത്. യേശു ഒരു വീട് സന്ദർശിച്ചു. ആ വീട് സന്ദർശിച്ചപ്പോൾ ആ വീട്ടിലെ രണ്ട് സ്ത്രീകളിൽ ഒരാൾ ഇങ്ങനെ പരമാവധി പരാതി പറഞ്ഞും പരിഭവപ്പെട്ടും പാചകം ചെയ്തും പ്രവർത്തിച്ചുമൊക്കെ പോയി. ആ സ്ത്രീയുടെ പേര് മാർത്ത എന്നാണ്. പറഞ്ഞും പാചകം ചെയ്തും പ്രവർത്തിച്ചും പരിഭവം പറഞ്ഞും പരാതിപ്പെട്ടും അങ്ങനെ ഒരു സ്ത്രീയാണ് മാർത്ത. എന്നാൽ യേശുവിൻ്റെ പാദാന്തികെ ചേർന്നിരുന്ന് ഒരു നല്ല കേൾവിക്കാരിയാകുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ച മറിയെ നമ്മൾ വിളിക്കുന്നത് നല്ല അംശം തിരഞ്ഞെടുത്തവൾ എന്നാണ്. നല്ല കേൾവിക്കാരൊക്കെ നല്ല അംശത്തിൻ്റെ അർഹത നേടുകയാണ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യം. ഇവിടെ പ്രവാചകന്റെ കാതുകളിൽ ഹൃദയം ഉലയ്ക്കുന്ന വിധവയുടെ നിലവിളി ഉയരുകയാണ്. ആ പരിസരത്ത് ഒരുപാട് ആളുകളുണ്ട്, പ്രവാചക ശിഷ്യന്മാരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അയൽപക്കത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, ചുറ്റിലും ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ വിധവയുടെ നിലവിളിയും ഉള്ളിലെ ആകുലതയും കേൾക്കാൻ ഒരാളുണ്ടായി എന്നതാണ് മാറ്റത്തിന് തുടക്കം കുറിച്ചത്. പ്രവാചകന്റെ ചെവി വിധവയുടെ നിലവിളിക്ക് നേരെ ട്യൂൺ ചെയ്യപ്പെട്ടപ്പോൾ ആ വീട്ടിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായി. മരണവാസങ്ങൾ ചുറ്റിയിരുന്ന ഒരു കുടുംബത്തെ, മനോധൈര്യം ചോർന്നുപോയ ഒരു കുടുംബത്തെ ജീവന്റെ പ്രഘോഷകനായ പ്രവാചകൻ എലീശ വീണ്ടെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചിന്ത നമുക്കിങ്ങനെ ജീവിതത്തിൽ ഏറ്റെടുക്കാം: ദൈവമേ, എൻ്റെ നിലവിളിയുടെ കൂടാരത്തെ അങ്ങ് നിറവിൻ്റെ കൂടാരമാക്കുന്ന ദൈവമാണ്. അടുത്തുള്ള വീടുകളിലും പോയി പാത്രങ്ങൾ ശേഖരിച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ നിറഞ്ഞ് അവർക്ക് കടം വീട്ടാനും തുടർന്ന് ജീവിക്കാനുമുള്ള സമൃദ്ധിയായ ജീവന്റെ സാധ്യതയാണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത്. നിലവിളിയുടെ കൂടാരത്തെ നിറവിൻ്റെ കൂടാരമാക്കുന്ന ദൈവം. രണ്ട്, ഈ വീട്ടിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചാൽ ആ വീട് ഒരു അപമാനത്തിൻ്റെ വീടായിരുന്നു. അപമാനത്തിൻ്റെ കൂടാരത്തെ അന്തസ്സുള്ള കൂടാരമാക്കുന്ന ദൈവം. God transforms the home of indignity into a home of dignity. അപമാനത്തിൻ്റെ ഒരു വീടിനെ അന്തസ്സുള്ള ഒരു വീടാക്കി ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. 2019 ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖലയുടെ ഉടമയായ സിദ്ധാർത്ഥ്, അദ്ദേഹം ഇങ്ങനെ കടം പെരുകി വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ശൃംഖലയാണ് കോഫി ഡേ. 7,000 കോടിയുടെ കടം, 7,000 കോടിയുടെ നഷ്ടം സംഭവിച്ച അപ്രതീക്ഷിതമായി ഒരു നിലയില്ലാ കയത്തിൽ വീണുപോയ ഒരു കുടുംബം. അപ്പോൾ ഈ ഭർത്താവ് മരണപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഭാര്യ മാളവിക ഹെഡ്ഗെ, ഭർത്താവിൻ്റെ മരണവും ഭീകരമായ കടവും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഭാര്യ മുന്നോട്ട് വരികയാണ്. അവർ ചില ചുവടുവയ്പ്പുകളൊക്കെ നടത്തി. ഒരു സ്ത്രീ എന്ന നിലയിൽ അതിജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ ചുറ്റുപാടുമുണ്ടായിരുന്നിട്ടും ഭർത്താവ് മരണപ്പെട്ട് സാമ്പത്തികമായി ഭീകരമായി കടഭാരം പെരുകിയിരുന്ന ഈ അവസ്ഥയിൽ അപമാനിക്കപ്പെട്ട് എന്നേക്കുമായി അസ്തമിച്ചു പോകാമായിരുന്ന ഈ ഭവനത്തെ ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യം അവരുടെ സ്ഥിതിക്കൊരു രൂപാന്തരം വരുത്തുകയാണ്. നിലയില്ലാ കയത്തിൽ മുങ്ങിത്താണ് കമ്പനിയെ അക്ഷീണം അധ്വാനിച്ച്, രാപ്പകലില്ലാതെ അധ്വാനിച്ച്, തളരാതെ അധ്വാനിച്ച്, ബാധ്യതകൾ ഒന്നൊന്നായിട്ട് തീർത്ത്, ജീവനക്കാർക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകി
തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ ആ കമ്പനിയെ നിലനിൽക്കാനും ലാഭകരമാക്കാനും ശ്രമിച്ചൊരു കുടുംബത്തെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ച് മനസ്സിലാക്കി കാണും. ഓർക്കണം, അപമാനിക്കപ്പെട്ട് അസ്തമിച്ചു പോകാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ദൈവത്തിലേക്ക് നോക്കുക, അഭിഷിക്തന്റെ വാക്ക് കേൾക്കുക. പ്രവാചകന്റെ വാക്ക് ദൈവവാക്ക് പോലെ ഏറ്റെടുത്തൊരു കുടുംബം. ഈ വെറും പാത്രങ്ങളെ സംഘടിക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പുറത്തെ വീടുകളിലൊക്കെ പോയി വെറും പാത്രങ്ങളെ നീ ശേഖരിക്കുക. ഒരു ഒറ്റ നോട്ടത്തിൽ ഇതെന്തൊരു മണ്ടത്തരമാണ് എന്ന് നമുക്ക് തോന്നാം. ഒരു സാധ്യതയുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ വെറും പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിശയകരമായ പ്രവൃത്തി എഴുതിയിരിക്കുന്ന 7-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഈ പാത്രങ്ങളിലൊക്കെ ശേഖരിച്ച് എണ്ണ നിറയുമ്പോൾ ഇനി പാത്രം ഒന്നുമില്ല, സമീപത്തെ വീടുകളിൽ നിന്നുള്ള പാത്രങ്ങളൊക്കെ തീർന്നു. 7-ാമത്തെ വാക്യം: അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് ഉപരിതലത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ആളുകൾക്കൊക്കെ താൽക്കാലികമായ ചില നന്മകൾ കൊടുത്തൊക്കെ നമ്മൾ അവിടെ അവസാനിപ്പിക്കും. അതിൽ നമുക്കൊരു തൃപ്തിയാണ്. എന്നാൽ ഇവിടെ എലീശാ പ്രവാചകനിലൂടെ ദൈവം കാട്ടിത്തരുന്നൊരു മാതൃക തൽക്കാലം അവരുടെ കടം തീർക്കുക മാത്രമല്ല, തൽക്കാലം ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, എന്നേക്കും തല ഉയർത്തി ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, ഉപജീവനം കഴിക്കാൻ വേണ്ടുവോളം സമൃദ്ധി ദൈവം പകർന്നു നൽകുകയാണ്. ചില നോട്ടുകെട്ടുകൾ നൽകുന്നതിനപ്പുറം ഈ നോട്ടുകെട്ട് സ്വായത്തമാക്കാൻ അവരെയും ഉയർത്തുന്നതിലൂടെയാണ്, അന്തസ്സോടെ ജീവിക്കാൻ അവർക്കും പ്രചോദനം നൽകുന്നതോടെയാണ് അവരുടെ ജീവിതം അപമാനത്തിൽ നിന്ന് മാറുന്നത്, അന്തസ്സോടെ ജീവിക്കാൻ അവർക്ക് ഇട നൽകുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥന നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കണം. ദൈവമേ, ഞാൻ വേദനിച്ചിരുന്നപ്പോൾ, എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ കലങ്ങിയിരുന്നപ്പോൾ, എൻ്റെ രോഗങ്ങളിലും പരാജയങ്ങളിലും ബുദ്ധിമുട്ടുകളുമൊക്കെ അപമാനിക്കപ്പെട്ട് ഞാൻ തല താഴ്ത്തിയിരുന്ന അനുഭവങ്ങളിൽ എന്നെ അന്തസ്സോടെ ദൈവം എത്രയോ അവസരങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. തീർന്നു എന്ന് കരുതിയ എത്രയോ സാഹചര്യങ്ങളിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ ദൈവം നമുക്ക് കരുത്ത് നൽകിയിട്ടുണ്ട്. ആ ദൈവം നമ്മുടെ അപമാനത്തിൻ്റെ കൂടാരങ്ങളെ അന്തസ്സിൻ്റെ കൂടാരമാക്കി രൂപാന്തരപ്പെടുത്തും. 3, ഈ വീട്ടിൽ നാം കാണുകയാണ്, ഈ കടം വാങ്ങിയാൽ അടിമയായി പിടിച്ചോണ്ട് പോകും. അതൊരു പഴയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അടിമയായി പിടിച്ചോണ്ട് പോകും, എന്നേക്കുമായിട്ടല്ല, തൽക്കാലം അവരൊന്ന് ഒരു തടങ്കലിലാക്കിയിട്ട് കടം വീട്ടിയാൽ ഈ അടിമയെ തിരിച്ചുവിടും, കുടുംബാംഗത്തെ തിരിച്ചുവിടും. ഒരു ശിക്ഷയുടെ കൂടാരമായിരുന്നു ഈ ഭവനം. ശിക്ഷ നിറഞ്ഞിരുന്നൊരു സാഹചര്യം. എന്നാൽ ഈ ശിക്ഷയുടെ കൂടാരത്തെ രക്ഷയുടെ കൂടാരമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വീട്ടിൽ നമുക്ക് കാണാം. ഗോഡ് ട്രാൻസ്ഫോംസ് ദ ഹോം ഓഫ് പെനാലിറ്റി ഇൻ ടു എ ഹോം ഓഫ് സാൽവേഷൻ. ഒരു ശിക്ഷയുടെ ഭവനത്തെ രക്ഷയുടെ ഭവനമാക്കി ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ പഠിക്കാം: ദൈവമേ, പരസ്പരം രക്ഷകരാകാനാണ് എനിക്ക് കുടുംബം, എൻ്റെ വീട് ഒരു രക്ഷയുടെ ഇടമാകണം. പരസ്പരം രക്ഷകരാകാനാണ് നമ്മുടെ നിയോഗം. ഒരു കുടുംബം കുടുംബമാകുന്നത്, ഒരു സഭ സഭയാകുന്നത് ആ ഇടം രക്ഷയുടെ ഇടമാകുമ്പോഴാണ്. പരസ്പരം രക്ഷ പകരാനുള്ള അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യം. ശരിക്കും നമ്മുടെ വിശ്വാസം, ശരിക്കും നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഇന്ന് രക്ഷയുടെ സ്വരമാണോ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് ശാന്തമായി ചിന്തിച്ച് നോക്കൂ. നമ്മൾ പരസ്പരം ശിക്ഷിക്കാൻ വേണ്ടി ആവേശം കൊള്ളുന്നവരാണ്. പരസ്പരം ശിക്ഷിക്കുക. നമ്മുടെ വിശ്വാസം ഒരു ശിക്ഷയുടെ സാഹചര്യത്തിലോട്ടൊക്കെ ഇങ്ങനെ വഴുതി വീണിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പച്ച മനുഷ്യരെ, കുരുന്നു ജീവനുകളെ ഇങ്ങനെ നിഷ്കരണം കൊന്നൊടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ചെയ്യുമ്പോൾ അതൊരു നല്ല പ്രവൃത്തി ആവുകയില്ല. ആരെ ശിക്ഷിച്ചാലും അത് ദൈവികമല്ല എന്നോർക്കണം. നമ്മുടെ വിളി രക്ഷ നൽകാനാണ്, ശിക്ഷ നൽകാനല്ല. മണിപ്പൂരിൽ 200ഓളം വീടുകൾ ഇങ്ങനെ ചില ആഴ്ചകളുടെ ഇടവേളകളിൽ നശിച്ച് എല്ലാം ചിതറിയ അനുഭവങ്ങളിലായി. ഇതെല്ലാം മതത്തിൻ്റെ പേരിലാണ്, വിശ്വാസത്തിൻ്റെ പേരിലാണ്. വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പിന്നെ ശബ്ദവും ആരാവാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുകയാണ്, വിശ്വാസത്തിൻ്റെ പേരിലാണ്. ഒരു പരിധിക്കപ്പുറമുള്ള ശബ്ദം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കേൾവിശക്തിയെ ബാധിക്കും. ഹൃദ്രോഗം ബാധിച്ചിരിക്കുന്നവരെ അത് സാരമായി ബാധിക്കും. വാസ്തവത്തിൽ നമ്മൾ ശിക്ഷകരായി മാറുകയാണ്. നമ്മൾ പരസ്പരം ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ. ഒരു അതിർത്തിയിൽ ഭക്ഷണം നിറച്ച ലോറികൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ആ അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് വിശന്ന് വലയുന്ന ആയിരങ്ങൾ. ഒരു അതിർത്തിയിൽ മരുന്നുകൾ നിറച്ച ലോറികൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. എന്നാൽ ആ അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് മുറിവേറ്റ മനുഷ്യരുടെ പ്രവാഹം. ഒരു പ്രെസ്ബിറ്റേറിയൻ സെമിനാരിയിൽ അതിൻ്റെ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഒരു ടാസ്ക് കൊടുത്തു. അധ്യാപകർ സെമിനാരി വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഒരു പരീക്ഷ. ആ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഗുഡ് സമരീറ്റൻ, നല്ല ശമരിയാക്കാരൻ്റെ കഥ ലെക്ചർ ഹാളിൽ വന്ന് പെട്ടെന്ന് പറയണം. അപ്പോൾ ഈ വാർത്ത ഇങ്ങനെ കേട്ടതും പലയിടങ്ങളിലായിരുന്ന വിദ്യാർത്ഥികൾ, ഹോസ്റ്റൽ മുറികളിലൊക്കെ ആയിരുന്നവർ വളരെ വേഗം ഓടി
അവരുടെ ലെക്ചർ ഹാളിലേക്ക് വരികയാണ് നല്ല ശബരിയാക്കാരനെ കുറിച്ച് പ്രസംഗിക്കാൻ. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ സെമിനാരിയുടെ ഇടനാഴിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കൂനി കുറുകി ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ ചുമച്ച് ഞരങ്ങി കൈനീട്ടി സഹായം അഭ്യർത്ഥിച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പല ആളുകളും ഈ മനുഷ്യനെ കണ്ടു. പക്ഷേ എത്രയും വേഗം ഈ ലെക്ചർ ഹാളിൽ എത്താനുള്ള ആ തത്രപ്പാടിൽ നല്ല ശബരിയാക്കാരനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഈ വഴിയോരത്ത് വേദന തിന്നിരിക്കുന്ന മനുഷ്യനെ അവർ കണ്ടില്ല. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമ്മർദ്ദങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഉത്തരവാദിത്വങ്ങൾ, അതിൻ്റെ ബാഹുല്യങ്ങൾ കാരണം ധാർമ്മികമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോവുകയാണ്, അവഗണിക്കുകയാണ്. ശ്രീലേഖ അവരിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഇങ്ങനെ പങ്കിട്ടത് ഓർക്കുന്നു. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സസ്നേഹം ശ്രീലേഖ എന്നാണ്. ശ്രീലേഖ വിത്ത് ലവ്. കേരള കേഡറിലെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥയാണ്. DGP പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ശ്രീലേഖ. അപ്പോൾ ശ്രീലേഖ ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് നമ്മുടെ MM ചർച്ച് അംഗമായിരുന്ന കേഡലിനെ കുറിച്ചാണ്. കേഡൽ ജെൻസൺ രാജ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേഡൽ കുടുംബാംഗങ്ങളെല്ലാം നിഷ്കരണം വെട്ടിയും അഗ്നിക്കിരയാക്കിയും ഒക്കെ കൊന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ജയിലിൽ വെച്ച് ഈ കേഡലിനോട് ഈ ശ്രീലേഖ സംസാരിച്ച ഒരു സംഭാഷണം അവരിങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുക. കേഡല് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ അർത്ഥസത്യങ്ങളാണ്, ചിലതൊക്കെ അവൻ്റെ തോന്നലുകളാണ്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷേ കേഡൽ സംസാരിച്ചു ഈ ശ്രീലേഖ IPSനോട്. കേഡൽ പറയുകയാണ്, ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് പഠിച്ചത്. കൂട്ടുകാർക്കൊക്കെ എന്നോട് വലിയ ദേഷ്യമായിരുന്നു. കാരണം ഞാൻ കുറച്ച് ഇൻ്റലക്ച്വലായിട്ട് കുറച്ച് കൂടുതൽ ബുദ്ധിയുള്ള കൂട്ടത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് ബുദ്ധി കൂടുതലാണ്. അപ്പോൾ 9ാമത്തെ വയസ്സ് മുതൽ ഒരു പ്രശ്നമുണ്ടായി. എന്താണ് പ്രശ്നം? ഞാൻ വലിയ ബുദ്ധി കാണിക്കുന്നത് കൊണ്ടും ചെറുതായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഫിക്സ് വരും. അപ്പോൾ ഈ ഫിക്സ് വരുന്നത് കൊണ്ട് അമ്മ ഏതോ ഒരു പള്ളിയിലെ ഒരു ഫാദറിനെ വീട്ടിൽ വിളിച്ചു വരുത്തി. എന്ന ഫാദറിന് ചികിത്സയും മന്ത്രവാദമൊക്കെ അറിയാം. കേഡലിനോട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഒരു കഷായം, ഒരു പച്ച മരുന്ന് കേഡലിന് നൽകി. ആ മരുന്ന് നൽകിയ അന്ന് മുതൽ ആ അമ്മ ഈ കേഡലിനെ 9ാം വയസ്സ് മുതൽ നിർബന്ധിച്ച് ഈ മരുന്ന് കുടിപ്പിക്കുമായിരുന്നു. കേഡൽ പറയുകയാണ്, അതിനുശേഷമാണ് എൻ്റെ സ്ഥിതി ഇത്രയും മോശമായത്, ഇത്രയും പരിതാപകരമായത്. നമ്മുടെ വിശ്വാസം ജീവൻ രക്ഷിക്കുന്ന വിശ്വാസമാണോ, ജീവൻ നശിപ്പിക്കുന്ന വിശ്വാസമാണോ? ഇത്തരം ചില കഷായം പുരോഹിതന്മാരും ചില മുറി വൈദ്യന്മാരും ചില ആൾ ദൈവങ്ങളും കൂടി നമ്മുടെ എത്രയോ വീടുകളെ, വിധവമാരെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ ഹാനി വരുത്തിയിരിക്കുന്നു. രക്ഷയും ജീവനും പ്രഘോഷിക്കേണ്ട ഇടങ്ങളിലൊക്കെ ഇന്ന് ശിക്ഷയുടെ വേദികളായി മാറിയിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ വളരെ ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞത്. എന്നേക്കുമായി പതറിപ്പോകാമായിരുന്നൊരു വീടിനെ ആ നിലവിളിയുടെ കൂടാരത്തെ നിറവിൻ്റെ കൂടാരമാക്കി ദൈവം ഉയർത്തി. അപമാനത്തിൽ എന്നേക്കുമായി അസ്തമിച്ചു പോകാമായിരുന്നൊരു വീടിനെ അന്തസ്സിൻ്റെ കൂടാരമാക്കി മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനവും പ്രകാശവും നൽകി ദൈവം വീണ്ടെടുത്തു. 3, ഒരു ശിക്ഷയുടെ കൂടാരത്തെ, ഒരു അടിമത്തത്തിൻ്റെ കൂടാരത്തെ ദൈവം ഒരു രക്ഷയുടെ കൂടാരമാക്കി മാറ്റി. ഒരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഗലാത്യർ ലേഖനം 3-ാം അധ്യായം ആദ്യത്തെ വാക്യം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ മുൻപിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ദൈവം നിറവിൻ്റെ ജീവന്റെ സമൃദ്ധിയുമായി നമ്മുടെ മധ്യേ നിൽക്കേ, ദൈവം അന്തസ്സിൻ്റെ അനുഭവം നമുക്ക് നൽകാൻ കുരിശുമായി നമ്മുടെ മുൻപിൽ നിൽക്കേ, ദൈവം രക്ഷയുടെ ഘോഷമുയർത്തി നമ്മുടെ മുൻപിൽ നിൽക്കേ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ആമേൻ.